തിരുവനന്തപുരം നഗരസഭയിലെ 20ഓളം BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. ഇത് റദ്ദാക്കിയതോടുകൂടി വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. കേരള മുനിസിപ്പാലിറ്റി നിയമവും 1994 സുപ്രീം കോടതിയുടെ മുൻ വിധികളുമൊക്കെ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇഷ്ടദേവതകളുടെയും ബലിദാനികളുടെയൊക്കെ പേരിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. ഇതിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോയത് ആരാണെന്ന് അറിയാമോ? സത്യപ്രതിജ്ഞയിലെ ഈ ചട്ടലംഘനം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് LDF പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള SP ദീപക് ആണ്. അദ്ദേഹമാണ് ഈ ഹൈക്കോടതിയെ ഈ വിവരവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. മേയർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ചട്ടം ലംഘിച്ച് വോട്ട് ചെയ്തവരുടെ വോട്ടുകൾ അസാധുവാക്കണമെന്ന് കളക്ടറോട് ദീപക് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ അംഗങ്ങളായി മാറിയത് കൊണ്ട് ഇനി ഇവിടെ പറ്റില്ല, ഇത് കോടതിയിലേക്ക് പോകൂ എന്നാണ്, കോടതിയെ സമീപിക്കൂ എന്നാണ് കളക്ടർ അറിയിച്ചത്. നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും എടുത്തിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഇത് CPM-ഉം അല്ലെങ്കിൽ BJP-യെ അനുകൂലിക്കാത്ത എല്ലാവരുടെയും കൈകളിലേക്ക് വലിയ രീതിയിൽ വിമർശനാത്മകമായിട്ട് ഇത് പോകുന്നുണ്ട്. എന്നാൽ മേയർ രാജേഷ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, കോടതി തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാവരും കോടതി വിധി അനുസരിച്ച് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ജയിലിൽ കിടക്കുന്ന കൗൺസിലറായിട്ടുള്ള സുഗതൻ അടക്കം എത്തുമെന്ന് കൂടി മേയർ രാജേഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണ് LDF ഇപ്പോൾ കുത്തിപ്പൊക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. LDF ഇത് കുത്തിപ്പൊക്കിയതാണോ, ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം എല്ലാവരിലേക്കും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് BJP തിരുവനന്തപുരത്തിന്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടി തന്നെ പലതരത്തിൽ LDF അതിനെ ഒരു അപഖ്യാതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഏതൊരു മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ ഒക്കെ ആയിക്കോട്ടെ, ആര് ഭരിച്ചാലും അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നടത്തണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഇതിനൊക്കെ പക്ഷം പിടിച്ച് പോകാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലെല്ലാം രാഷ്ട്രീയം കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്നതിലെ നന്മ എന്ന് പറയുന്നതൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. അല്ല, ഈ നന്മയൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. ഇനി BJP ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം, അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. നോക്കൂ, അങ്ങേറ്റം ശ്രീപത്മനാഭനെ മുതൽ തുടങ്ങി ആറ്റുകാലമ്മയിൽ വരെ എത്തി നിൽക്കുന്നതാണ് ഇവരുടെ സത്യപ്രതിജ്ഞയുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാവിലമ്മ, ഭഗവത് നാമത്തില്, പിന്നെ ഭാരത് മാത, അങ്ങനെ 20ഓളം MLA-മാരും ഇത്തരത്തിലൊക്കെയുള്ള ദേവന്മാരുടെ ദേവതകളുടെ നാമത്തിലാണ് ചെയ്തിട്ടുള്ളത്. ആ ചെയ്തിരിക്കുന്ന കാര്യം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്താണത്? ഈ ഭീമാപള്ളിയിലെ കൗൺസിലറുണ്ട്, അദ്ദേഹം അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി ഇത് കൂടാതെ 2021 ലീഗിന്റെ MLA-മാര് അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അന്നൊന്നും യാതൊരു തരത്തിലുമുള്ള എതിർപ്പും LDF-ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്നില്ലാത്ത എതിർപ്പ് ഇന്നുണ്ടാവുമ്പോൾ അത് എന്ത് തരം മതേതരത്വമാണ് എന്നുള്ളത് യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഷിജിൽ കടത്തനാട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അപ്പം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒരു MD രാജേന്ദ്രൻ എന്ന് പറയുന്ന മലയാള സിനിമാ ഗാന രചയിതാവിൻ്റെ കൂടി വരികളായിട്ടുള്ള സിനിമാ ഗാനം കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനമാണ് കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് കരുണാമയനായ ദൈവമൊന്ന് എന്നുള്ള ആ ഒരു പാട്ടിന്റെ ലിറിക്സ് കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയെ നമുക്ക് ഒന്നും പറയാനില്ല, കാരണം കോടതി വളരെ കൃത്യമായിട്ട് നിയമപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കോടതി വിധിയെ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് മേയർ VV രാജേഷും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? കേരള മുനിസിപ്പാലിറ്റി നിയമം 94 അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ചട്ടം അങ്ങനെ ഇരിക്കെ എന്തിന് ഇവർ മാറ്റിപ്പിടിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടദേവതമാരുടെ, ബലിദാനികളുടെ, രക്തസാക്ഷികളുടെ ഒക്കെ പേരിൽ
സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്പോൾ ചട്ടലംഘനം തന്നെയാണ്. ഔദ്യോഗിക സത്യപ്രതിജ്ഞാ വാചകങ്ങളിൽ മാറ്റം വരുത്താനോ സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ എന്തെങ്കിലും ഒരു കൂട്ടിച്ചേർക്കലുകൾ നടത്താനോ ഒന്നും സഭാംഗങ്ങൾക്ക് നിയമപരമായി അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഹാളിൽ കൗൺസിൽ ഹാളിൽ നടന്നിട്ടുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഔദ്യോഗികമായി നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സത്യപ്രതിജ്ഞ വാചകത്തിന് പകരം BJPയുടെ 20 കൗൺസിലർമാരും തങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതകളുടെയും വ്യക്തികളുടെയൊക്കെ പേരിലാണ് ചെയ്തത്. അപ്പോ ഇവര് 2025 ഡിസംബർ 21 ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ടല്ലോ, ക്ഷേത്രത്തിൽ നിന്ന് BJP പ്രവർത്തകർക്കൊപ്പം റാലി ആയിട്ട് എത്തിയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പരശുരാമന്റെയും ഒക്കെ പേരിൽ ഇവര് ചെയ്തിട്ടുണ്ട്. ഇത് ചട്ടലംഘനമാണെന്നുള്ള ഹർജിയിലെ വാദം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് അംഗീകരിച്ചിരിക്കുന്നത്. നോക്കൂ, അവർ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വളരെ കാര്യമായിട്ട് അങ്ങോട്ടേക്ക് റാലി ചെയ്തുകൊണ്ട് വന്ന് എത്തിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്തതിലൊന്നും നമുക്കതിലൊന്നും തെറ്റു പറയാനില്ല. അതിലൊക്കെ എന്ത് തെറ്റു പറയാനാണ്? അതൊക്കെ ഓരോ പാർട്ടിയുടെയും താല്പര്യമാണ്. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു എങ്ങനെയാണോ ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, അതിന് നമുക്ക് മുൻകാലങ്ങളിലെയൊക്കെയുള്ള ചട്ടങ്ങളുണ്ട്. അത് പ്രകാരം തന്നെയാണ് എന്ന് അറിയാമെന്നിരിക്കെ ഇതൊന്നും അറിയാതെ ആയിരിക്കില്ലല്ലോ ഈ സാരഥികളെല്ലാം അങ്ങോട്ടേക്ക് എത്തുന്നതും. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം, അതായത് തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്ന് ഓടിച്ചു നോക്കുകയെങ്കിലും ചെയ്യുമല്ലോ. അപ്പൊ തീരെ അറിയാതെയല്ല, ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തത് തന്നെയായിരിക്കാം. അങ്ങനെയെങ്കിൽ അതൊരു ഞങ്ങളുടെ വിജയം അല്ലെങ്കിൽ BJPയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് കൂടി കാണിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അമിത ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മറ്റുള്ളവർ ലൂപ്പോളായിട്ട് എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതകളുമുണ്ട്. നോക്കൂ, CPM ആണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറെ നാളുകളായിട്ട് BJP ഭരണം അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ വെള്ളക്കെട്ടുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, സുഗതൻ പ്രശ്നമുണ്ട്. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ അംഗങ്ങളുടെ വിജയം റദ്ദ് ചെയ്യൽ എന്ന് പറയുന്നത്. കോടതി എന്താണ് പറഞ്ഞത്? അവർ ഒന്നുകൂടെ നിയമാനുസൃതമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്നുള്ളതാണ് BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം. അതേസമയം CPM കരുതിയിരുന്നത് ഇത് മൊത്തം പിരിച്ചുവിടും എന്നുള്ളതാണ്. അപ്പൊ ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ അഴിമതിയും ഗുണ്ടായിസത്തിന്റെയും ഒക്കെ ബാക്കി കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇടും എന്നുള്ളൊരു കാര്യം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയന്നിട്ടാണ് CPM ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് അവരുടെ BJPയുടെ ഒരു വാദം എന്ന് പറയുന്നത്. നമുക്കറിയാം, പലതരത്തിലുള്ള കാര്യങ്ങളും കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആരാണോ ഒരു നാടിന്റെ ഭരണം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അവരെ നമുക്ക് അനുമോദിച്ചു തന്നെയാകണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഭക്ഷണശാലകളിൽ നടത്തിയ റെയ്ഡുകളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ഇറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം പൂട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുട കാണിച്ചവർക്കെതിരെ കൃത്യമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം ഒരു ഭരണകർത്താവ്, ഒരു മേയർ മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ വേണം ഒരു പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അധികൃതർ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ സിൽബന്ദികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയല്ല വേണ്ടത്. എന്തായാലും ഇവിടുത്തെ പ്രശ്നം ഇത് റദ്ദ് ചെയ്യലാണ്. ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമായി എടുക്കണം. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്, 2006 കോഴിക്കോട് നോർത്ത് നിന്ന് അന്ന് MLA ആയ പ്രദീപ് കുമാർ രക്തസാക്ഷികളുടെ നാമത്തിലാണ് ചെയ്തത്. അത് ചട്ടലംഘനമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ CPMന്റെ ഭാഗത്തു നിന്നുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വെറുതെ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കൃത്യമായ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി ഒരു വിമർശനം ഉന്നയിക്കുകയാണ് വേണ്ടത്. മറ്റൊന്ന്, ഇവർ ചൂണ്ടിക്കാണിച്ച വിഷയത്തെ നമുക്കൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. ഒരാൾ ചെയ്തത് കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാം എന്നുള്ള ഒരു നിയമം ഈ നാട്ടിൽ പാടില്ല. ഒരു നിയമം ഉണ്ടെങ്കിൽ അതെല്ലാം